സാർ ഇപ്പോൾ ഹൈക്കോർട്ടിൽ ഒരുപാട് കേസുകൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ പബ്ലിക്കിന് അവയർനെസ് കൊടുക്കാൻ പറ്റുക എന്തെങ്കിലും ഒരു കേസ് സാറിന് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റുമോ? പിന്നെ അവയർനെസ്സേ ഉള്ളൂ. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഞാൻ മെയിനായിട്ടും കൈകാര്യം ചെയ്യുന്നൊരു മേഖല, ഞാൻ എല്ലാ കേസുകളും കൈകാര്യം ചെയ്യുന്ന ഒരാളാണ്, സിവിൽ ക്രിമിനൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ സൈബർ ക്രൈം എൻ്റെ ഒരു പാഷനായിട്ട് വന്ന് ഇത്രയും വർഷത്തെ ലോങ് ജേർണിയിൽ വന്ന ഒരാളാണ്. അപ്പോൾ അത് അത്രത്തോളം സൈബർ ക്രൈംസ് എനിക്കൊന്ന് ഹൈക്കോടതിയിൽ ഏറ്റവും കൂടുതൽ സൈബർ ക്രൈമിനെ പറ്റി കൺസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഞാനായിരിക്കും. കഴിഞ്ഞൊരു വർഷമായിട്ട് ആളുകൾ ധാരാളം എന്നെ വിളിക്കുന്നുണ്ട്. ഇത് അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് അല്ല, ഇതങ്ങനെ പറയാൻ പാടില്ല, നമുക്ക് കുറേ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്. എന്നാലും ആണെങ്കിൽ ഈ ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, കഴിഞ്ഞ 2 വർഷമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും ഇപ്പോഴും ആളുകൾ നടന്നുകൊണ്ടിരിക്കുന്നതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സാധനമാണ് ഫിനാൻഷ്യൽ ക്രൈം. ഈ ഫിനാൻഷ്യൽ ക്രൈമിന് പല രീതിയിലുണ്ട്. അതിനകത്ത് CDM, ക്യാഷ് ഡെപ്പോസിറ്റിംഗ്, CDM വഴി ഉണ്ടാകുന്ന സ്കാം. CDMൽ പൈസ ഇട്ടിട്ട് ആ പൈസ ഇടുന്ന ആളുടെ പേരിൽ ക്രൈം രജിസ്റ്റർ ആവുക. ചിന്തിക്കാൻ പറ്റുമോ? CDMൽ ഞാൻ കൊണ്ട് ക്യാഷ് ഇടുന്നു, എന്നിട്ട് എൻ്റെ പേര് ക്രൈം രജിസ്റ്റർ ആകുന്നു. 1. 2, ക്രിപ്റ്റോ ട്രേഡിംഗ് നടത്തിയിട്ട് USDT കൺവേർട്ട് ചെയ്തതിന് ശേഷം അവരുടെ പേരിൽ ക്രൈം രജിസ്റ്റർ ആകുന്നു. 3, ഗെയിമിങ്. അപ്പം ഇങ്ങനെയൊക്കെ പലതരത്തിലുള്ള, പിന്നെ അക്കൗണ്ട് ലെൻഡിങ്, വളരെ രസകരമായ സാധനങ്ങളാണ് അക്കൗണ്ട് ലെൻഡിങ്. പിന്നെ ഉണ്ടിയൊക്കെ കേട്ടിട്ടുണ്ടോ? ഉണ്ടി. ഇതൊക്കെ ഇങ്ങനെ വെറൈറ്റി സാധനങ്ങളൊക്കെയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇതിൽ പറഞ്ഞായിരുന്നല്ലോ, ഈ ഡിജിറ്റൽ അറസ്റ്റ് വഴി എടുക്കുന്ന പൈസ ഇത്ര കോടിയൊക്കെ പുറത്തേക്ക് പോയിട്ടുണ്ടെന്ന്. ഇങ്ങനെ തട്ടിക്കുന്ന പൈസകളൊക്കെ ആണെങ്കിൽ ഹവാല പണങ്ങൾ, കള്ളപ്പണങ്ങൾ, ഈ മയക്കുമരുന്ന് വഴി വരുന്ന പൈസകൾ, ഇങ്ങനെ തട്ടിച്ച പൈസകളൊക്കെ ആണെങ്കിൽ പലതരത്തിൽ കൂടെ നമ്മുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസാക്ഷൻ നടത്തിക്കും. നടത്തിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം CDM സ്കാമിനെ പറ്റി പറഞ്ഞു. ഈ കേരളത്തിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ നടക്കുന്നതാണ് മലപ്പുറം ഏരിയകളിൽ CDM സ്കാം. എൻ്റെ മലപ്പുറം ഏരിയയിലെ കേസ് ഒരു ഘട്ടമുണ്ട്. അത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണ് കേസ് കൂടുതൽ നിൽക്കുന്നത്. ആ സംസ്ഥാനങ്ങളിൽ കേസ് നിൽക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ATMൽ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാൻ ചെന്നു. ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടൊരു ക്യൂ കാണും. അപ്പോൾ ക്യൂ കാരണം നമുക്കൊരു അർജൻറ്റായിരിക്കും. നമ്മൾ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാൻ പോകുന്നത് അർജൻറ്റാണ്. CDMൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ പോകുന്ന മിക്ക ആളുകളും അർജൻറ്റായിട്ടായിരിക്കും പോകുന്നത്. അപ്പം അവിടെ കുറേ നേരം നിൽക്കുന്ന സമയത്താണെങ്കിൽ ഈ അവിടെ അകത്തേക്കുന്ന ആൾ ഇടുന്നുമില്ല, ഇറങ്ങുന്നുമില്ല, ഇപ്പുറത്തേക്കുന്ന ആൾക്കാർ കയറാനും പറ്റുന്നില്ല. ഇങ്ങനെ നിൽക്കുന്ന ഒരു അവസ്ഥയിൽ ഒരാൾ വന്നിട്ട് പറയുകയാണ്, ഒരു കാര്യം ചെയ്യ്, ഞാൻ ഈ പൈസ നിങ്ങൾക്ക് ധൃതിയാണെന്നുണ്ടെങ്കിൽ പൈസ എൻ്റെ തന്നിട്ട് ഞാനാണെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്ത് തന്നേക്കാമെന്ന് പറയും. അപ്പം ആളുടെ അക്കൗണ്ട് നമ്പറും കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും കൊടുക്കും. ഇപ്പം ഈ വീഡിയോ അല്ലെങ്കിൽ ഞാനിപ്പോൾ പറയുമ്പോഴാണെങ്കിൽ ചോദിക്കുക, ഏതെങ്കിലും മണ്ടൻ അങ്ങനെ കൊടുക്കുമോ? വിത്ത് പ്രൂഫ് എൻ്റെ കയ്യിലുണ്ട്. 1, 2 അല്ല, 100 മുകളിൽ എൻ്റെ ടേബിളിലുണ്ട്. അത് അത്തരത്തിൽ വരുമ്പോഴത്തേക്കും എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കുമല്ലോ, ഈ അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കുമ്പോൾ എവിടുന്നോ തട്ടിച്ചൊരു പൈസയുണ്ട്. ആ പൈസ വരുന്നത് നേരെ ഇവൻ്റെ അക്കൗണ്ടിലേക്കായിരിക്കും. ഇത് വലിയൊരു ഗ്യാങ്ങാണ്. മുമ്പ് 900 ചില്ലാനം അക്കൗണ്ടിലേക്ക് പൈസ പോയ കാര്യമൊക്കെ പറഞ്ഞു ഞാൻ. വലിയൊരു ഗ്യാങ്ങാണിത്. അപ്പം ഇവൻ്റെ ഇരിക്കുന്ന ക്യാഷ് ഇങ്ങ് വാങ്ങിക്കുകയും തട്ടിച്ച പൈസ ഇവൻ്റെ അക്കൗണ്ടിലേക്ക് എത്തുകയും ചെയ്യുമ്പോൾ വാങ്ങിച്ച ഞാൻ നല്ല പിള്ളയായി, നല്ലവനായി. വെറുതെ പാവം പിടിച്ചവൻ എന്തോ ഗതികേടിനാണെങ്കിൽ അവിടെ നിന്നവൻ കുറ്റവാളിയുമായി. അങ്ങനെ CDM സ്കാം ധാരാളം നടക്കുന്നുണ്ട്. പിന്നെ നടക്കുന്നത് ഓൺലൈൻ ഗെയിം വഴിയാണെങ്കിൽ പൈസ കിട്ടും. അത് നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകുന്നത് ഈ ഹവാല പണമാണ്. പിന്നെ അക്കൗണ്ട് ലെൻഡിങ്. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ആണെങ്കിൽ ധാരാളം പേരാണെങ്കിൽ കുട്ടികളൊക്കെ ആണെങ്കിൽ ക്രൈമിൽ പെട്ട് കിടപ്പുണ്ട്. 17 വയസ്സിൽ താഴെയുള്ള പിള്ളേരുടെ അക്കൗണ്ടൊക്കെ ആണെങ്കിൽ ഇതുണ്ടല്ലോ, ഈ കൺസെൻറ്റോട് എടുക്കുന്ന ബാങ്ക് അക്കൗണ്ട് വരെ. പിന്നെ പേരൻസിൻ്റെ അക്കൗണ്ട്. ഇവരൊക്കെ എന്താ പറയുക വെച്ച് കഴിഞ്ഞാൽ, ഈ പേരൻസ് ആണെങ്കിൽ ATM കാർഡ് വെച്ച് ക്യാഷ് എടുക്കാനെ കൊണ്ട് ATM കാർഡ് മക്കളെ ഏൽപ്പിച്ചിട്ട് അത് കൊച്ചു പിള്ളേരാണ്, 20 വയസ്സ് 22 വയസ്സ് 24 ഈ പഠിക്കുന്ന പിള്ളേരൊക്കെയാണ്. ഇവരെന്താ ചെയ്യുന്നറിയോ, 1 ലക്ഷം രൂപ അവർ അക്കൗണ്ടിലേക്ക് വാങ്ങിച്ചതിന് ശേഷം എടുത്തു കൊടുക്കുകയാണെങ്കിൽ 5000 രൂപ 2000 രൂപ കമ്മീഷൻ കൊടുക്കും. അപ്പം ഒരാൾ ഇയാളുടെ അക്കൗണ്ടിലേക്ക് 1 ലക്ഷം രൂപ അയച്ചു കൊടുത്തിട്ട് അത് ATM വഴി എടുത്തു കൊടുക്കണം. എടുത്തു കൊടുത്തു കഴിയുമ്പോൾ ഇവനാണെങ്കിൽ 2000
1000, 2000, 3000 രൂപ കമ്മീഷൻ കിട്ടും. അങ്ങനെ കമ്മീഷൻ കിട്ടി ഇവനാണെങ്കിൽ അതുകൊണ്ട് അതിൽ പുട്ടൊക്കെ അടിച്ച് കൂട്ടലിട്ട് അടിച്ച് പൊളിച്ചിട്ട് വീട്ടിൽ ചെന്ന് 2 ദിവസം കഴിയുമ്പോഴായിരിക്കും ഒരു SMS വരുന്നത്, യുവർ അക്കൗണ്ട് ഹാസ് ബീൻ ഫ്രീസ്ഡ് ബൈ ദ സൈബർ സെൽ ഫ്രം ഗുജറാത്ത് ഓർ കർണാടക. ഇങ്ങനെയൊക്കെ വരുന്ന പല സ്റ്റേറ്റിൽ നിന്ന് വരുന്നത്. എന്താണ് കാശ് പോയവൻ എവിടെ ഇരുന്ന് കാശ് പോയവൻ പെറ്റീഷൻ ഇട്ടേക്കുക, ക്രൈം രജിസ്റ്റർ. ഞാൻ മുമ്പ് പറഞ്ഞ മെത്തേഡിൽ ലീഗൽ പ്രൊസീജിയേഴ്സിൽ ക്രൈം രജിസ്റ്റർ ചെയ്തിട്ട് ഇവൻ്റെ അക്കൗണ്ട് വന്ന് ഫ്രീസായി. അപ്പം ഇതിൻ്റെ വേറൊരു വിഷയം എന്ന് പറയുന്നത്, ചിലർ വീട്ടിൽ പറയത്തില്ല, ചിലരൊക്കെ അനങ്ങാതെ അവിടെ ഇരിക്കും. ബാങ്കിൽ നിന്ന് നോട്ടീസ് വരും, അക്കൗണ്ട് ഫ്രീസാവും. ഇതിൻ്റെ കോൺസിക്വൻസസ് വേറെയാണ്, ഹെവി സാധനങ്ങളാണ്. അതർ സ്റ്റേറ്റിൽ നിന്ന് പോലീസ് ഒന്ന് പൊക്കിക്കൊണ്ട് പോകും. ഞാൻ അടുത്ത സമയത്ത് തൃശ്ശൂർക്കാരനൊരു പയ്യൻ എന്നെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ആ പയ്യൻ എന്നെ 2023 ജാനുവരിയിൽ എന്നെ ഒന്ന് വിളിച്ചതാണ്. വിളിച്ചു കഴിഞ്ഞിട്ടാണെങ്കിൽ ഞാൻ ടാപ്പിംഗ് തൊഴിലാളിയാണെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ടാപ്പിംഗ് തൊഴിലാളി പുള്ളിയുടെ അക്കൗണ്ടിലാണെങ്കിൽ 5 ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്തിട്ടാണെങ്കിൽ പുള്ളി 5000 രൂപ കമ്മീഷൻ കിട്ടിയിട്ട് ടാപ്പിംഗ് തൊഴിലാളി അയാളുടെ പരാധീനത കൊണ്ടായിരിക്കും അയാളെ പറഞ്ഞു പറ്റിച്ചു. എന്നിട്ട് 5 ലക്ഷം രൂപയുടെ അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്തു. എന്നിട്ട് 5000 രൂപ കമ്മീഷനും കൊടുത്തിട്ട് പോയി. ഇയാൾ കർണാടക പോലീസ് ക്രൈം ഇട്ട് ഇയാളുടെ പേരിൽ. എന്നിട്ടാണെങ്കിൽ ഇയാൾ ഒരു ദിവസം വീട്ടിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലീസ് ഒന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. അയാൾ 3 മാസം ജയിലിൽ കിടന്നു കർണാടകയിൽ. 3 മാസം ജയിലിൽ കിടന്നിട്ടാണെങ്കിൽ പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചറപറ അവിടെ ഇവിടെ എല്ലാം ക്രൈം രജിസ്റ്ററായിട്ട് കഴിഞ്ഞാൽ ഇദ്ദേഹമാണെങ്കിൽ എന്നെ ഒരു 2 മാസം മുന്നേ എന്നെ വിളിച്ചു. 21 വിളിച്ചതിന് ശേഷം 25 വിളിക്കും. 2 മാസം മുന്നേ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ സാറിന് ഇതുപോലെ പണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെയാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ ഇപ്പം എന്തായാലും ഞാൻ പറഞ്ഞില്ല, അപ്പം അന്ന് എനിക്ക് ഈ ക്രൈം വന്നപ്പോൾ എനിക്ക് ഇട്ട് വന്നായിരുന്നു. അപ്പോൾ ഞാൻ പറയാം, സൂക്ഷിച്ചോണം, ഇത് ചിലപ്പോൾ അറസ്റ്റ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഈ പൈസ ഇട്ട് കൊടുത്തവൻ പറഞ്ഞെന്താണെന്നറിയാം, ഇതങ്ങനെ ഒത്തിരി പേർക്ക് ഉണ്ടാകുന്ന, അത് KYC കൊടുത്താൽ മതി, അത് റെഡിയാകുമെന്ന് പറഞ്ഞു. അങ്ങനെ ബാങ്കിൽ കൊണ്ട് KYC ഒക്കെ കൊടുത്ത് ബാങ്കുകാരെങ്കിലും KYC ഒക്കെ മുടക്കിയ ഡ്രോയിലവിടെ വെച്ചിരുന്നു. ബാങ്കുകാർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ക്രൈം രജിസ്റ്റർ ആയില്ലേ. അവനാ KYC ഒക്കെ കൊടുത്തിട്ട് ഇതിലാണെങ്കിൽ അവൻ ലാവിഷായിട്ടൊക്കെ നടന്നു. അവനെ അന്ന് പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി അകത്ത് കിടന്നു. ഇപ്പോൾ അവനെ നാട്ടിൽ നിൽക്കാൻ പറ്റാതായി. അവനിപ്പോൾ അതിൽ ഏരിയ വിട്ട് വേറെ അങ്ങോട്ട് പോയി നിൽക്കുവാണ്. എൻ്റെ അടുത്ത് പറയാം, എന്നെ വിളിച്ചു, എനിക്ക് വേറെ വഴിയൊന്നുമില്ല, എന്നെ രക്ഷിച്ചു തരണമെന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിച്ചേക്കുന്നു. അപ്പം ഞാൻ ചോദിച്ചു, അന്ന് നിങ്ങളോട് പറഞ്ഞല്ലേ ഇതിനകത്താണെങ്കിൽ പോകേണ്ട ലീഗൽ പ്രൊസീജിയേഴ്സ് ഞാൻ പറഞ്ഞു കൊടുത്തു, എന്ത് ചെയ്യണം എന്നുള്ളത് ഞാൻ പറഞ്ഞു കൊടുത്തു. അന്നാണെങ്കിൽ അവനോട് മറ്റുള്ളവർ ഉപദേശിച്ച് കൊടുത്ത് തെറ്റായതായതുകൊണ്ട് അവൻ പോയിട്ട് ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നു. ഇന്ന് അവൻ നേരിടുന്ന പ്രശ്നം എന്താണ്? ഇനി അവനൊരു പോലീസ് ക്ലിയറൻസ് കിട്ടാൻ വലിയ പാടാണ്. അവന് പാസ്പോർട്ട് ഇഷ്യൂ ഉണ്ടാകും. കുറച്ച് നാൾ കഴിയുമ്പോൾ ഇവൻ വലിയൊരു അക്യൂസ് ലിസ്റ്റിൽ കിടക്കുവാണ്. ഇവൻ്റെ പാൻ കാർഡ് ബ്ലോക്ക് ചെയ്യും. ഇങ്ങനെ നിരവധി ഇപ്പം വന്ന് പുതിയൊരു രീതികളുണ്ട്. മൊബൈൽ നമ്പർ, നമ്മുടെ മെയിൻ മൊബൈൽ നമ്പർ ബ്ലോക്ക് ചെയ്യും. പിന്നെ നമ്മുടെ ആധാർ വെച്ചിട്ട് മൊബൈൽ നമ്പർ പുതിയ നമ്പർ എടുത്താലും പിന്നെയും ബ്ലോക്ക് ചെയ്യുന്ന രീതിയിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു 3-4 കേസ് ഞാൻ കൈകാര്യം ചെയ്തു. അപ്പം ഈ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എൻ്റെ ഓഫീസ് ഫോണിൽ നിന്ന് അടിക്കുന്നുണ്ടാകും. ഈ അടിക്കുമ്പോൾ ചിലപ്പോൾ 4-5 മിസ്ഡ് കോൾ കാണും. 4-5 മിസ്ഡ് കോൾ, ഈ 4 പേരും വിളിക്കുന്ന സൈബർ ക്രൈം ആയിരിക്കും. പക്ഷെ 4 ക്രൈമുകളാണ്. അതിലൊന്ന് ഞാൻ പറഞ്ഞത് CDM സ്കാം എന്ന് പറയുന്നത്, ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് നമ്മൾ പണി മേടിക്കുന്നത്, ഓൺലൈൻ ഗെയിം വഴി പൈസ ട്രാൻസ്ഫർ ചെയ്തിട്ട് കിട്ടുന്നത്, ഗൾഫിൽ നിന്ന് പൈസ അയച്ചിട്ട് ചെറിയൊരു ലാഭത്തിന് വേണ്ടി ഗൾഫിലാണെങ്കിൽ അവിടെ കാശ് കൊടുത്തിട്ട് ഇവിടെ നാട്ടിൽ നിന്ന് പൈസ ഇട്ടിട്ട് ഉണ്ടി ട്രാൻസാക്ഷൻ നടത്തിയിട്ട് പണി മേടിച്ച് മൊത്തത്തിൽ ഫ്രീസ് ആകുന്നൊരു പരിപാടി. ഇങ്ങനെ വെറൈറ്റി കേസുകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാനിതിങ്ങനെ വളരെ സിമ്പിളായിട്ട് പറയുന്നെങ്കിലും ഇതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കണം. കാരണം ഇത് അത്രത്തോളം ഡീറ്റെയിൽഡ് ക്രൈമുകളാണ്, ഇൻട്രസ്റ്റഡ് ക്രൈമുകളാണ്. നമുക്ക് ഇവിടെ ഒരാൾക്കൊരു കുറ്റകൃത്യം സംഭവിച്ചു കഴിഞ്ഞാൽ റെമഡി കിട്ടാൻ വലിയ പാടാണ്. അതിന് റിക്കവറിയും മറ്റ് പ്രൊസീജിയേഴ്സും പിന്നീടാണെങ്കിൽ അറസ്റ്റ്, പിന്നെ അതിന് ജാമ്യം ഒക്കെ വലിയ ചടങ്ങുകളാണ് അതിൻ്റെ കാര്യങ്ങൾ. സൈബർ സെക്യൂരിറ്റി അല്ലെങ്കിൽ എത്തിക്കൽ ഹാക്കിംഗ് പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് എന്ത് മെസ്സേജാണ് സാറിന് കൊടുക്കാനുള്ളത്? ഈ സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്നത് നമ്മളെ ടേം വളരെ കുറച്ച് അക്ഷരങ്ങളുള്ളൊരു വാക്കാണ് സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. പക്ഷേ ഈ സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം ഇന്ന് നമ്മുടെ രാജ്യത്തെ പട്ടാളക്കാർ നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കുന്ന പോലെ തന്നെ ഉള്ള വലിയൊരു ദൗത്യത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. കാരണം ചെറിയൊരു മാൽവെയർ മതി നമ്മുടെ രാജ്യം തകർക്കാനെ കൊണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ സിസ്റ്റംസ് തകർക്കാനെ കൊണ്ട്. അതിന് ധാരാളം വാർത്തകൾ നമ്മൾ കണ്ടിട്ടുണ്ടാകും. ചെറിയൊരു മാൽവെയർ കടന്നു കയറി കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മുടെ ബാങ്കിങ് സിസ്റ്റംസ് തകർക്കാം. പോയില്ലേ, ബാങ്കിങ് സിസ്റ്റംസ് കഴിഞ്ഞാൽ പോയില്ലേ. ഇല്ലയെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒരു സോഫ്റ്റ്വെയർ ഹാക്കിങ് നടന്നിട്ട് തകർക്കാം.
ഇങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പം നമുക്ക് ടോപ്പിക്കൊക്കെ വാസ്റ്റായി പോകും. അപ്പം ഈ സൈബർ സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ ആ ഒരു വാക്കിൽ ഇന്നത്തെ ആളുകൾക്ക് സൈബർ സെക്യൂരിറ്റി പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അതെങ്ങനെയാണ് പഠിക്കണമെന്ന് ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പൊതുവേ ആളുകൾക്കൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഒരു ഗ്ലാമർ ജോലികൾ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ നമ്മൾ എയർപോർട്ടിൽ പോയി നിൽക്കുമ്പോൾ ആണെങ്കിൽ അതുവഴിയാണെങ്കിൽ പൈലറ്റ് പോകുമ്പോൾ ആണെങ്കിൽ അയാളെ കാണാൻ നല്ല ഗ്ലാമർ, അയാൾ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നല്ല സെറ്റപ്പായിട്ട് ആണെങ്കിൽ ഒരു മാനാകാം അല്ലെങ്കിൽ വിമനാകാം ആരും ആകാം, കാണുമ്പോൾ ആണെങ്കിൽ ഉടനെ നമ്മുടെ മനസ്സിൽ സ്ട്രൈക്ക് അടിക്കുന്നത് പൈലറ്റായ കൊള്ളാം. അപ്പം ഈ പൈലറ്റ് ആകുമെന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അയാൾക്ക് വന്ന് പഠിച്ച് വരുന്ന ഒരു രീതിയും അയാളുടെ ഒരു ഡിസിപ്ലിനും പിന്നീട് അതിൻ്റെ ട്രെയിനിങ്ങും പിന്നെ ഇതിൻ്റെ പുറകുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സും, അതായത് പൈസ പഠിക്കാനൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞത് തന്നെ. സൈബർ സെക്യൂരിറ്റി എന്തുകൊണ്ട് ഇത്ര ആളുകൾ അറിയാത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഗ്ലാമർ പുറത്തറിയുന്നില്ല. ഞാൻ മുമ്പ് ഗ്ലാമറിനെ പറഞ്ഞല്ലോ, ഒരു ജോലി ചെയ്യുന്ന ഒരാളിനെ നമ്മൾ പബ്ലിക്കായിട്ട് കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥ IPS അല്ലെന്നുണ്ടെങ്കിൽ കളക്ടർ, ഇവരെയൊക്കെ പബ്ലിക്കിൽ കാണുമ്പോൾ കഴിഞ്ഞാൽ അവരുടെ ആ ഡെസിഗ്നേഷനിൽ അവർ ആ ഗ്ലാമർ പറയും. പക്ഷേ സൈബർ സെക്യൂരിറ്റി എപ്പോഴും ആണെങ്കിൽ എന്താണ്, ഈ ബാക്ക് എൻഡിൽ നിൽക്കുന്നവർ അല്ലെങ്കിൽ പിന്നണിയിൽ പ്രവർത്തിക്കുന്നവരാണ്. ഒരു സിനിമ നിർമ്മിക്കുമ്പോൾ അതിൻ്റെ പിന്നിലെ പ്രവർത്തിക്കുന്നവരുടെ ടെക്നിക്കൽ എക്സ്പീരിയൻസ് എല്ലാം എന്നുണ്ടെങ്കിൽ അവരുടെ ഡെവലപ്മെൻറ്റ്സ് ഒക്കെ വലിയൊരു കാര്യമാണ്. എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് സൈബർ സെക്യൂരിറ്റി പഠിക്കുന്നതിനകത്ത് ഓപ്പർച്യൂണിറ്റി വളരെ വലുതാണ്. നമ്മുടെ ഇന്ന് ലോകത്താണെങ്കിൽ ഗവൺമെൻറ് ഓർഗനൈസേഷൻസിലാണെങ്കിൽ സൈബർ സെക്യൂരിറ്റി ആൾക്കാർക്ക് പ്രത്യേക ടെസ്റ്റുകളെല്ലാം അവരുടെ സ്കില്ലിനെ മനസ്സിലാക്കിയിട്ട് സെലക്ട് ചെയ്യുന്ന രീതികളുണ്ട് ഇന്ന്. കാരണം അത്രത്തോളം ആവശ്യമുണ്ട്. വലിയ കമ്പനികൾ, കോർപ്പറേറ്റ് കമ്പനികൾ, IT കമ്പനികൾ, ഇപ്പോൾ ടാറ്റ, ഇപ്പം അദാനി ഗ്രൂപ്പൊക്കെ ആണെങ്കിൽ ഇപ്പോൾ വിഴിഞ്ഞം പോർട്ട്, ഇവർക്കൊക്കെ സൈബർ സെക്യൂരിറ്റിയുടെ ആവശ്യങ്ങൾ വരും. എല്ലാവരും ചെയ്യുന്നുണ്ട്, ഓരോരുത്തർ ചെയ്യുന്നുണ്ട്. അപ്പം പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ ഇതിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത് ഒന്നുകിൽ വലിയ MNCസിൽ ജോലി കയറാം, അല്ലെങ്കിൽ ലോ എൻഫോഴ്സ്മെൻറ്റ് പോലത്തെ വിഭാഗങ്ങളിൽ ജോയിൻ ചെയ്യാം. ഇപ്പം ഈ സൈബർ സെക്യൂരിറ്റി പഠിച്ചവർക്കും ഫോറൻസിക് ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിൽ ഇൻകം ടാക്സിൽ അവർ ജോലി ചെയ്യുന്നവരുണ്ട്, അതിനെ അസോസിയേറ്റ് ജോലി ചെയ്യുന്നവരുണ്ട്, CBI, NIA എല്ലായിടത്തും ഉണ്ട്. ഇവർ ഇൻകം ടാക്സുകാരൊക്കെ ആണെങ്കിൽ എന്താ റെയ്ഡിന് കയറി വന്നിട്ട് നേരെ എന്താ ചെയ്യുന്നത്, എല്ലാവരും അവരുടെ ഫോണൊന്നും അവിടെ വെച്ചേ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഒരു പെൻഡ്രൈവ് എടുത്ത് കുത്തും, ഫോറൻസിക് സാധനമാണ് എടുത്ത് കുത്തും, സാധനം 2 പ്രാവശ്യം ബ്ലിങ്ക് ചെയ്യും, ഡേറ്റ മുഴുവൻ സ്റ്റോർ ചെയ്തിട്ട് ഓക്കെ ശരി കാണാം എന്ന് പറയേണ്ട ഒരു പോവാണ്. എന്തെളുപ്പം എന്ന് പറയാൻ എൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന സൈബർ സെക്യൂരിറ്റി പഠിച്ചവരാണ് എൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. ടെക്നോളജി എക്സ്പീരിയൻസ് അല്ല, ഉദ്യോഗസ്ഥരല്ല. അപ്പം നമ്മൾ കാണുമ്പോൾ എന്താണ് ഇറങ്ങി വരുന്ന ഉദ്യോഗസ്ഥരെ ഗ്ലാമറാണ്, പക്ഷേ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരുടെ ഗ്ലാമർ വേറെയാണ്. അപ്പം സൈബർ സെക്യൂരിറ്റി പഠിക്കുന്നവരുടെ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത് എല്ലാ മേഖലയുണ്ട്. ഏവിയേഷൻ, ഹെൽത്ത് കെയർ, പിന്നെ ബാങ്കിങ്, ലോ എൻഫോഴ്സ്മെൻറ്റ്, എവിടെ വേണേലും ഈ ഒരു BCom പഠിച്ച ഒരാൾ, അക്കൗണ്ടൻസി പഠിച്ച ഒരാൾ അക്കൗണ്ടൻ്റാണ്. അക്കൗണ്ടൻറ്റിൻ്റെ ഒരു പ്രത്യേകത എന്താണ്, എവിടെ പോയാലും ജോലി കിട്ടും, ഇല്ലേ? എവിടെ പോയാലും ജോലി കിട്ടും. എല്ലാവർക്കും വേണമല്ലോ, കണക്കപ്പിള്ള കണക്കുപിള്ള എവിടെ പോയാലും എന്ന് പറഞ്ഞല്ലോ. സൈബർ സെക്യൂരിറ്റി ആളുകൾ മനസ്സിലാക്കി വരുന്നേ ഉള്ളൂ. ചെറിയ സ്ഥാപനങ്ങളിൽ, പക്ഷേ വലിയ സ്ഥാപനങ്ങളിലാണെങ്കിൽ എവിടെ ഇത് ജോലി ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി, ഫ്രീലാൻസായിട്ട് ജോലി ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി, പിന്നെ ഇതിന് കിട്ടുന്ന പേയ്മെൻറ്റ് വളരെ വലുതാണ്. ഗൂഗിൾ പോലത്തെ കമ്പനിയിലൊക്കെ ജോലി ചെയ്താൽ എന്താ ഗ്ലാമർ പോരെ? ഷെയർ ചാറ്റ്, യൂട്യൂബ്, ട്വിറ്റർ, ഇപ്പോഴത്തെ X, ഇൻസ്റ്റഗ്രാം, ഇതൊക്കെ അങ്ങനെ ഓരോരോ പ്ലാറ്റ്ഫോമിനും അവർക്ക് അവരുടെ ആ പ്ലാറ്റ്ഫോമിൽ, ഞാനിപ്പോൾ ഇത് പബ്ലിക്കിന് പെട്ടെന്ന് മനസ്സിലാകുന്ന പ്ലാറ്റ്ഫോമിൽ എൻ്റെ എടുത്ത് പറഞ്ഞാണ്. എല്ലാവർക്കും സൈബർ സെക്യൂരിറ്റി ഏരിയ ആവശ്യമാണ്. സൈബർ സെക്യൂരിറ്റി പഠിക്കുന്ന എന്തിനാണ്? ഒരു അറ്റാക്കിനെ തടയാൻ, സൈബർ അറ്റാക്കുകൾ തടയാൻ, പ്രിവെൻഷൻ, ക്രൈമിനെ പ്രിവെൻറ്റ് ചെയ്യുക. അപ്പം ഒരു സാധനം ഡെവലപ്പ് ചെയ്യുന്നു, ആ ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ കോസ്റ്റും അതിൻ്റെ പിന്നിലെ മാൻ പവറും ആ സ്ഥാപനത്തിൻ്റെ റണ്ണിങ് ഒക്കെ ആണെങ്കിൽ ആ പർട്ടിക്കുലർ സോഫ്റ്റ്വെയർ അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ബേസ് ഇരിക്കും. അതിനാണെങ്കിൽ എവിടെ നിന്ന് നിർത്തുന്ന റഷ്യയിൽ നിന്ന് നിർത്തുന്നെങ്കിൽ ഒരു മാൽവെയർ കടത്തിയിട്ട് തകർത്ത് കളഞ്ഞാൽ വരുന്ന നഷ്ടം എന്താണ്? ഇപ്പം കൊച്ചിയിലാണെങ്കിൽ ഇരുന്നിട്ടാണെങ്കിൽ ഒരു കമ്പനിയുടെ സാധനം മുഴുവൻ തകർത്ത് കളഞ്ഞിട്ടാണെങ്കിൽ റഷ്യയിൽ ഇരിക്കുന്നതിനെ പോലീസ് പിടിക്കാൻ പോകാൻ പറ്റുമോ? അവിടെ റഷ്യയിൽ ചെല്ലാൻ പറ്റത്തില്ലല്ലോ. ഇനി ഏതെങ്കിലും തരത്തിലാണെങ്കിൽ ഇൻ്റർപോൾ വഴി വലിയൊരു നഷ്ടം, ഇൻ്റർപോൾ വഴിയൊക്കെ ഇങ്ങനെ ട്രാക്ക് ഔട്ട് ചെയ്ത് ഇവനാവും എന്താണെന്ന്, അങ്ങനെ അവൻ്റെ IP ആണെന്നാണ് അവൻ ലൂപ്പ് ചെയ്തും പല രീതിയിലൊക്കെ അവൻ ചെയ്യും. അപ്പോൾ ഇതിനൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ സൈബർ സെക്യൂരിറ്റി സ്പെഷ്യലിസ്റ്റുകളെ ആവശ്യമാണ്. പിന്നെ സൈബർ സെക്യൂരിറ്റി ധാരാളം പേര് പഠിക്കുന്നുണ്ട്. സൈബർ സെക്യൂരിറ്റി പഠിച്ചിറങ്ങിയാൽ ജോലി എന്നും പറഞ്ഞല്ല,
നമ്മൾ സ്കിൽഡ് ആകണം. ഏത് എഡ്യൂക്കേഷൻ പഠിച്ചാലും സ്കിൽഡ് ആകണം. അത് എന്ത് പഠിച്ചാലും നമുക്ക് സ്കില്ല് ഡെവലപ്പ് ചെയ്യണം. ഒരു ഏരിയ, ഇപ്പം ലോ പഠിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ലോ 10-28 ബുക്ക് പഠിക്കണം. ആ ബുക്കിനകത്താണ് ഏതെങ്കിലും ഒരു ഏരിയ ഒന്ന് എടുത്തിട്ട് സ്കില്ലാക്കാമെന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞല്ലോ സൈബർ സെക്യൂരിറ്റിയിൽ ഏത് ഏരിയ, എന്താണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്, ഇതൊക്കെ മുൻകൂട്ടി നമ്മൾ പഠിക്കുന്ന സമയത്ത് പ്ലാൻ ചെയ്തിട്ട് പോകാമെന്നുണ്ടെങ്കിൽ കൺഫേം ആയിട്ടും നല്ല സാലറി എന്ന് പറഞ്ഞാൽ ലാക്സ്, അതാണ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. സ്ത്രീകൾക്കെതിരെയായിട്ട് ഒരുപാട് സൈബർ ആക്രമണങ്ങൾ ഇപ്പോൾ നേരിടുന്നുണ്ട്. അപ്പോൾ അത് ആക്ച്വലി സ്ത്രീകൾക്ക് മാത്രമാണോ അതോ മെൻസിനും ഇങ്ങനെ ആക്രമണങ്ങൾ നേരിടുന്നുണ്ടോ? ഈ ആക്രമണങ്ങൾ അല്ലെങ്കിൽ അറ്റാക്കുകൾ എല്ലാ വിഭാഗത്തിനും നേരിടുന്നുണ്ടെങ്കിൽ പോലും അതിനകത്ത് നല്ലൊരു ശതമാനം ഇരയാകുന്നത് ലേഡീസ് തന്നെയാണ്. അതിനകത്ത് ഒന്ന്, ലേഡീസ് അവരുടെ കൺസെൻറ്റോട് ചെയ്യുന്ന പല കാര്യങ്ങളുണ്ട്. ഇപ്പം പറയുമ്പോൾ ജിബിലി മേസ് സ്വന്തം കൺസെൻറ്റാണ്, ലേഡീസിൽ എല്ലാവരും ചെയ്യുന്നുണ്ടത്. പക്ഷേ ഇപ്പോഴാണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഈ നൈസ് അറ്റാക്ക് എന്ന് പറയുന്ന സാധനമുണ്ട്. നൈസായിട്ട് സൈബർ അറ്റാക്കുകൾ ചെയ്യുക. അതായത് ഒരു നടി അല്ലെങ്കിൽ ഒരു സാധാരണ നടക്കുന്ന സ്ത്രീ അവർ പോലും അറിയുന്നുണ്ടാവില്ല. അവർ ഒരു ഫോട്ടോ എടുത്തിട്ടാണെങ്കിൽ ഈ ഓൺലൈൻ മീഡിയാസും ധാരാളം പേരുണ്ട്, എടുത്ത് അവരുടെ ഫേസ്ബുക്കിലോട്ട് എടുത്തിട്ടാണെങ്കിൽ എന്താണ്, നടിയുടെ പേര് ചിലപ്പം എ എന്നായിരിക്കും. ഈ നടിയുടെ പേര് തെറ്റിച്ച് കൊടുക്കും. ബി എ കാണാൻ നല്ലതാണല്ലോ, നമ്മൾ കാണുന്നതല്ലേ. അപ്പോൾ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ത്രീയുടെ ഫോട്ടോ വെച്ചുകൊണ്ട്, ആ സ്ത്രീ അറിഞ്ഞിട്ടുകൊണ്ട് കണ്ടതില്ല, സ്ത്രീയുടെ ഫോട്ടോ വെച്ചുകൊണ്ട് അവിടെ ഒരു മിസ്ലീഡിങ് കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. താഴെ വന്നിട്ടാണെങ്കിൽ എല്ലാവരും വീട്ടിലിരിക്കുന്നവരെല്ലാവരും ചീത്തയും പറയുന്നു. അവൻ്റെ പേജ് അവിടെ എൻഗേജ് ആവും, അവനവിടെ മോണിറ്റൈസേഷൻ ആവും. പക്ഷേ ഇവിടെ ഒരാളുടെ ഇമേജ് വെച്ചുകൊണ്ടാണ് ഒരു അറ്റാക്ക് നടത്തുന്നത്, നൈസായിട്ടുള്ള അറ്റാക്ക്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫേക്ക് അക്കൗണ്ട്സിലാണെങ്കിൽ ചിലർ ഇന്ന് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആണെങ്കിൽ പെയ്ഡ് സബ്സ്ക്രിപ്ഷൻ ധാരാളമുണ്ട്. പെയ്ഡ് സബ്സ്ക്രിപ്ഷനിൽ എക്സ്പോസിങ്ങും എല്ലാം നടക്കുന്നുണ്ട്. അപ്പോൾ ഈ എക്സ്പോസിങ്ങിന് വേണ്ടിയാണെങ്കിൽ കൺസെൻറ്റ് കൊടുത്ത് പോകുന്ന ലേഡീസിൻ്റെ അക്കൗണ്ടുകൾ ധാരാളമാണ്. ഞാൻ ഇതിനെ കഴിഞ്ഞ ആഴ്ച ഞാനൊരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് കണ്ടു. എൻ്റെ പേരിലാണെങ്കിൽ 250 ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ടായിരുന്നു. ആ അക്കൗണ്ടുകളൊക്കെ ആണെങ്കിൽ ഒരാൾ സഹായിച്ച് അല്ലെങ്കിൽ ഒരാൾ മുഴുവൻ പൊട്ടിച്ചു തന്നു. അപ്പോൾ 250 അക്കൗണ്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇവർ എന്തുകൊണ്ട് ഒരു പ്രൈവറ്റായിട്ടുള്ള വ്യക്തിയുടെ സഹായം തേടി? അപ്പം അവർക്കെതിരെ അവർ പറയുന്ന അവരുടെ പല ഇമേജസും ആണെങ്കിൽ അപ്ലോഡ് ചെയ്യപ്പെടുന്നുണ്ടായിരുന്നു. വളരെ മോശമായിട്ടുള്ള ഇമേജസ് അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുവഴി അവർ മോണിറ്റൈസേഷൻ ചെയ്യുന്നുണ്ടായിരുന്നു, ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. 250 അക്കൗണ്ടൊക്കെ എനിക്ക് തന്നെ വിശ്വസനീയമായി. കാരണം ഞാൻ ധാരാളം അക്കൗണ്ട്സുകൾ ഞാൻ റിക്കവർ ചെയ്തിട്ടുള്ള ആളാണ്. ഫേസ്ബുക്ക് ആയാലും യൂട്യൂബ് ആയാലും ധാരാളം അക്കൗണ്ട്സുകൾ, പ്രോമിനൻ്റ് ലോ എൻഫോഴ്സ്മെൻറ്റുകൾ ഉൾപ്പെടെ. അപ്പോൾ അവിടെ ഒരു സ്ത്രീയുടെ അക്കൗണ്ട് 250 അക്കൗണ്ട് എൻ്റെ ഉണ്ടായിരുന്നു. അതിനകത്താണെങ്കിൽ എല്ലാം പൊടിച്ചു. അതെന്നിട്ട് അവർ വന്ന് വെരിഫൈഡ് അക്കൗണ്ടും. അവർ പറയുന്നത് സത്യമായിരിക്കും. പക്ഷേ എന്തുകൊണ്ട് അവർ അത്രയും കാലം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഒരു പ്രൈവറ്റായിട്ടൊരു വ്യക്തി ഏൽപ്പിച്ചു? അവരെന്തുകൊണ്ട് പോലീസിനെ സമീപിച്ചില്ല? എന്തുകൊണ്ട് നിയമ സംവിധാനത്തെ സമീപിച്ചില്ല? എന്തുകൊണ്ടാണെങ്കിൽ ഇവരുടെ കമ്മ്യൂണിറ്റി, ഫേസ്ബുക്കിനും ഇൻസ്റ്റഗ്രാമൊക്കെ അവർക്കൊരു കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻസ് ഉണ്ട്. കമ്മ്യൂണിറ്റി ഓഫീസറുണ്ട്, നോഡൽ ഓഫീസറുണ്ട്. അവരെ സമീപിച്ചില്ല. അപ്പോൾ ഒരു സൈഡിൽ ഇത്തരത്തിലുള്ള ആളുകൾ കൺസെൻറ്റ് കൊടുത്തു പോകുന്നുണ്ട്, അറിഞ്ഞോ അറിയാതെ കൺസെൻറ്റ് കൊടുത്തു പോകുന്നുണ്ട്. മറ്റൊരു തരത്തിൽ സ്ത്രീകൾ എവിടെയെങ്കിലും അഭിപ്രായം പറയുകയോ എല്ലാം ചെയ്തു കഴിഞ്ഞാൽ അവർക്കെതിരെ ഉള്ള അറ്റാക്കുകൾ അത് ഹെവിയാണ്. അത് കൂടുന്നതിൻ്റെയൊക്കെ പ്രധാന കാരണം സ്ത്രീകൾ പ്രതികരിക്കാത്തതുകൊണ്ടാണ്. സ്ത്രീകൾ പ്രതികരിക്കുന്നുണ്ട്. ഇപ്പം അവൻ്റെ ആ ഇമേജ് എടുത്തിട്ട് കഴിഞ്ഞാൽ അവനെ അങ്ങോട്ട് വിട്ടുകൊടുക്കുമെന്ന് പറയും. പക്ഷേ അപ്പോൾ അങ്ങനെ വിട്ടുകൊടുക്കുമ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ ചിലപ്പോൾ അത് അവിടെ കൊണ്ട് തീരുമായിരിക്കും. പക്ഷേ പിന്നീട് അതിൻ്റെ എക്സ്റ്റൻഡ് വേർഷൻസ് വേറെ ഉണ്ടാവും. അപ്പം നമുക്ക് സൈബർ ബുള്ളിങ് അല്ലെങ്കിൽ ഡിഫാമേഷൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അധികമായി പോയാൽ നമ്മൾ ഉറപ്പായിട്ടും നമ്മൾ ലീഗലി അതിനെ ടേക്കപ്പ് ചെയ്യണം. ഇവിടെ നമ്മുടെ ജൂറിസ്ഡിക്ഷനിലുള്ള സൈബർ സെല്ലല്ല, നമ്മുടെ ജൂറിസ്ഡിക്ഷനിലെ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ ജില്ലാ സൂപ്രണ്ടിന് ഒരു ഇമെയിൽ അയക്കാം, DGPക്ക് ഇമെയിൽ അയക്കാം. എന്തെല്ലാം ഓപ്ഷൻസ് ഉണ്ട്. CMന് വരെ ഇമെയിൽ അയക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട് ഇന്ന്. പക്ഷെ അതൊന്നും ചെയ്യാതാണ്. അല്ലെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ നോട്ടിഫൈ ചെയ്യാതെ നിന്നു കൊള്ളുക,
നിന്ന് കൊണ്ടതിന് ശേഷം ഞാൻ ഇത്രയും കാലം ക്ഷമിച്ചു, ഇനി ഞാൻ അങ്ങോട്ട് തുടങ്ങുവാണ്. പിന്നെ ഇത് വലിയ കോലാഹലമാകുമ്പോഴത്തേന് ഇപ്പുറത്തുനിന്ന് വേറെ അറ്റാക്കുകളൊക്കെ പലതരത്തിൽ. അപ്പം പലതരത്തിലാണെങ്കിലോ ഓൺലൈൻ മീഡിയാസോ അല്ലെങ്കിൽ മീഡിയാസോ എല്ലാവരും കണക്കാ, എല്ലാവരും വന്നിട്ടാണെങ്കിൽ പലതരത്തിലാണെങ്കിൽ ഇവരെ ഇത് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇപ്പം ഒരു നടിയുടെ ഒരു നേക്കഡ് വീഡിയോ ലീക്ക് ചെയ്തെന്നും പറഞ്ഞുകൊണ്ട് ഇത് ഓൾറെഡി ന്യൂസിൽ ഉൾപ്പെടെ ഉണ്ടായിരുന്നു, അവരുടെ നേക്കഡ് വീഡിയോ ലീക്ക് ചെയ്തെന്നും പറഞ്ഞുകൊണ്ട്. പക്ഷേ ആ നടിയുടെ ഫോട്ടോ എടുത്തിട്ട് എല്ലാവരും അവരുടെ പേജിന് റീച്ച് കൂട്ടാനെ കൊണ്ട് ഇവരെ ആരോ ചതിച്ചതാണോ? എന്തിനാണ് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്? അവരുടെ പേജ് എൻഗേജായി ഇതുമായി അവരുടെ സ്ത്രീയുടെ ഇമേജ് വെച്ചിട്ടാണ് കളിക്കുന്നത് മുഴുവനും. അപ്പോൾ അതൊക്കെ ഒരു അറ്റാക്കുകളാണ്. അപ്പോൾ നോക്കുമ്പോൾ എന്താണ്, ഞാനൊരു ക്വസ്റ്റ്യൻ അല്ലേ ചോദിച്ചുള്ളൂ എന്ന് വേണം പറയാം. പക്ഷേ അതല്ല, അതൊക്കെ വളരെ നൈസായിട്ടുള്ള സൈബർ അറ്റാക്കുകളാണ് അതൊക്കെ. അതിനൊക്കെ നടപടികൾ എടുത്തു പോകേണ്ടതാണ്. ഇതൊന്നും സ്വയമേ ആരും ഒരു ലോ എൻഫോഴ്സ്മെൻറ്റ് നടപടി എടുക്കത്തില്ല. നമുക്കൊരു പരാതി ഉണ്ടെങ്കിൽ എല്ലാം അതിനുള്ള പ്രൊവിഷൻസ് ധാരാളമുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് വേണം അതൊക്കെ മൂവ് ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പം സ്ത്രീകൾക്കെതിരെയുള്ള അറ്റാക്കുകൾ കൂടുതലാണ്, സ്വാഭാവികമായിട്ടും കൂടുതലാണ്. അതിന് പ്രിവെൻറ്റീവ് മെഷർമെൻറ്റിൽ എടുക്കണം, അല്ലെങ്കിൽ സ്ത്രീകൾ അതിനെ പ്രതികരിച്ചു തുടങ്ങേണ്ട ആവശ്യകതയാണത്. പ്രതികരിക്കുന്ന രീതികളുമുണ്ട്, അത് നോക്കിയേ ചെയ്യാവൂ. ഇല്ലയെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ പറഞ്ഞ പഴങ്കഥ വടി തിരിഞ്ഞ് പൊന്തുക എന്ന് പറയത്തില്ലേ, അതുണ്ടാകാനും പാടില്ല. പൊതുവെ ആൺകുട്ടികളാണ് ഈ സൈബർ സെക്യൂരിറ്റി മേഖലകൾ ചൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഈ ഫീൽഡിൽ ആൺകുട്ടികൾക്കാണോ അതോ പെൺകുട്ടികൾക്കാണോ ഈ സൈബർ സെക്യൂരിറ്റി മേഖലയിൽ ജോലി സാധ്യത ഉള്ളത്? അത് നോർമലി അത്തരത്തിലൊരു കാര്യങ്ങളൊന്നും ഇല്ല. അതായത് ആണെങ്കിൽ കൂടുതലാണെങ്കിൽ ആൺകുട്ടികളൊക്കെ ആണെങ്കിൽ കൂടുതലും ടെക്നിക്കലി കുറച്ചുകൂടെയൊക്കെ എപ്പോഴും കൊച്ചുകുട്ടികളാണെങ്കിലും അവർക്ക് ഈ അഴിച്ചു പറക്കാനും മെക്കാനിക്കൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ഇമ്പ്രസീവ് ആയിരിക്കും അവർ ആൺകുട്ടികൾ. അതാണ് കൂടുതൽ ആൺകുട്ടികൾ ഈ സൈബർ സെക്യൂരിറ്റിയുടെ കുറച്ചുകൂടി വരാൻ കാരണം. പക്ഷേ ഇന്നത്തെ ജോലി സാധ്യതകളാണെങ്കിൽ ആണിനോ പെണ്ണെന്നോ അങ്ങനെ പ്രത്യേകിച്ച് വേർതിരിവൊന്നുമില്ല, എല്ലാവർക്കും അവസരമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇത് എന്ത് കോഴ്സ് പഠിച്ചിറങ്ങിയാലും സ്കില്ല് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ആവശ്യകതയാണ്. സ്കില്ല് എങ്ങനെ ഡെവലപ്പ് ചെയ്യും? നമുക്കിപ്പം പഠിക്കുന്ന കോളേജിൽ നിന്നല്ല, നമ്മൾ പഠിക്കുന്ന 3 വർഷം സൈബർ ഫോറൻസിക് പഠിച്ചെന്ന് പറയുന്നത് നമ്മളൊരു സൈബർ സെക്യൂരിറ്റി എക്സ്പേർട്ട് ആകത്തില്ല, അല്ല ഫോറൻസിക് എക്സ്പേർട്ട് ആകത്തില്ല. നമ്മളങ്ങ് എവിടെ എന്തിലാണോ പോകുന്നത് ആ സ്കില്ലിനെ ഡെവലപ്പ് ചെയ്യാനെ കൊണ്ട് നമ്മൾ തന്നെ പ്രത്യേകം അഡീഷണലി പഠിക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ അതിന് വേണ്ട ഓപ്പർച്യൂണിറ്റീസ് എവിടെ കിട്ടും എന്നുള്ളത് നോക്കി നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടുകയുള്ളൂ. ഇവിടെ ഈ സൈബർ സെക്യൂരിറ്റി മേഖല എന്ന് പറയുന്നത് ഒന്ന് മനസ്സിലാക്കേണ്ടത് പ്രധാനമായിട്ടും ഒരു സമയം നോക്കി ജോലി ചെയ്യാനുള്ളൊരു മേഖലയല്ല ഇത്. രാവിലെ 10 മണിക്ക് വന്നിട്ട് വൈകിട്ട് 6 മണിക്ക് കഴിഞ്ഞു എന്ന് പറഞ്ഞ് പോകാനൊക്കെ കൊണ്ടുള്ള മേഖലയല്ല ഇത്. കുറച്ചുകൂടെയൊക്കെ ആണെങ്കിൽ തുടക്ക സമയത്ത് കുറച്ചുകൂടി നമ്മൾ ജോലി എടുക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രീലാൻസായിട്ട് വർക്ക് ചെയ്ത് അതിനകത്ത് ടൈം സ്പെൻഡ് ചെയ്താൽ മാത്രമാണ് നമ്മൾ നല്ലൊരു സൈബർ സെക്യൂരിറ്റി എക്സ്പേർട്ടായിട്ട് വരികയുള്ളൂ. ഇതും നല്ല എല്ലാ ജോലിക്കും അങ്ങനെ തന്നെയാണ്. അതിനകത്ത് ആണിനും പെണ്ണിനും യാതൊരു വ്യത്യാസമൊന്നുമില്ല, ആർക്ക് വേണേലും ജോലി ചെയ്യാം. ഇന്നത്തെ കാലത്താണെങ്കിൽ സ്ത്രീകൾ എല്ലായിടത്തും എല്ലാ മേഖലയിലും കൈവച്ച് കഴിഞ്ഞു. അപ്പോൾ എന്ന് പറഞ്ഞാൽ തന്നെ സൈബർ സെക്യൂരിറ്റി മേഖലയിലും സ്ത്രീകളുടെ സാന്നിധ്യം ഇപ്പോൾ സൈബർ ഡോമിലൊക്കെ ആണെങ്കിൽ വോളണ്ടിയറിങ്ങിലൊക്കെ ആണെങ്കിൽ ഗേൾസിൻ്റെയൊക്കെ സാന്നിധ്യം വളരെ കൂടുതലായിട്ടുണ്ട്. സർവീസ് മാറ്റേഴ്സിലൊക്കെ അവർ വളരെ കൂടുതലായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഓപ്പർച്യൂണിറ്റീസ് എല്ലാവർക്കും ഉണ്ട്. അതിനകത്ത് ആർക്ക് വേണേലും സൈബർ സെക്യൂരിറ്റി മേഖലയിലാണെങ്കിൽ ആണിന് വേണമെന്നില്ല, ആർക്ക് വേണമെങ്കിലും പ്രവർത്തിക്കാം, ആർക്ക് വേണമെങ്കിലും സ്വന്തമായിട്ട് തുടങ്ങാം. എല്ലാവരും ഒരു ഇൻഡിപെൻഡൻറ്റ് ഓപ്പർച്യൂണിറ്റി എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും പെട്ടെന്ന് നിൽക്കുന്നത് ചാർട്ടേഡ് അക്കൗണ്ട്, കമ്പനി സെക്രട്ടറി, അഡ്വക്കേറ്റ്, ശരിക്കും ഒന്നുമില്ല. അതിനൊക്കെ മുകളിൽ വേറെ പ്രൊഫഷൻസ് ഉണ്ട്. ഒന്നും മുകളിലല്ല, എല്ലാം അതിന് ഇക്വലൻ്റായിട്ട് പോകുന്ന മറ്റ് പ്രൊഫഷൻസ് ഉണ്ട്. പക്ഷേ എല്ലാവരും മനസ്സിൽ ചിന്തിക്കുന്ന എന്താണ്, പെട്ടെന്ന് കൈകാര്യം ചെയ്യാം എന്നുള്ളതാണ്. അങ്ങനെയല്ല, എല്ലാത്തിനും അതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ട്, വളർച്ചയുണ്ട്, ഉയർച്ചയുണ്ട്, എല്ലാവർക്കും സ്കോപ്പും ഉണ്ട്.